പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. അവൻ ജനങ്ങളെ തന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുവിൻ. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുത്തിനെ അശുദ്ധമാക്കുന്നത്. ശ്രദ്ധേയമാണ് വാക്കുകൾ. സാഹചര്യം ഇതാണ്. ശുദ്ധ അശുദ്ധ വിവേചനത്തെക്കുറിച്ചുള്ള തർക്കമാണ്. യഹൂദരിടയിൽ നിയമമുണ്ടായിരുന്നു. ഏതെല്ലാം ഭക്ഷണ സാധനങ്ങളാണ് കഴിക്കാവുന്നത്, ഏതെല്ലാം കഴിക്കാൻ പാടില്ലാത്തത്. ഇരട്ട കുളമ്പുള്ളതും അയവിറക്കുന്നതുമായ മൃഗങ്ങൾ അവരുടെ മാംസം ഭക്ഷിക്കാം. പക്ഷേ ഒറ്റ കുളമ്പുള്ളതോ അയവിറക്കാത്തതായ ഒന്നിൻ്റെ കഴിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ പല കാലത്തിലുണ്ടായപ്പോഴേക്കും അത് വളരെയധികം ശക്തമായി നടപ്പിൽ വന്നു. കഴിക്കാൻ പറ്റാത്ത ആഹാരങ്ങളുടെ പട്ടിക ഒരുപാടുണ്ടാകും. അപ്പോൾ യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: വായിലേക്ക് പോകുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് അശുദ്ധമാക്കുക. എന്താണ് ഈശോയൻ? ഭക്ഷണം കഴിച്ചാൽ അത് കഴിച്ചു ദഹിച്ചു വിസർജിച്ചു പോകുന്നു, പിന്നെന്താ പ്രശ്നം? പക്ഷേ വായിൽ നിന്ന് വരുന്നത് എന്താണ്? വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ ഉദരമല്ല ശുദ്ധമാകേണ്ടത്, ഹൃദയമാണ് ശുദ്ധമാക്കേണ്ടത്. വയറിളക്കാൻ പോകും, പക്ഷേ ഹൃദയത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഹൃദയത്തിലാണ് നന്മയും തിന്മയും കുടികൂടുന്നത്. എൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും അസൂയയും വഞ്ചനയുമാണ് ഉണ്ടെങ്കിൽ ഞാൻ എന്തെല്ലാം നിയമങ്ങൾ പാലിച്ചാലും ശുദ്ധാശുദ്ധ വിവേചനം കാണിച്ചാലും ഹൃദയം അശുദ്ധമല്ലെങ്കിൽ എൻ്റെ ജീവിതം അശുദ്ധമായിരിക്കും. അതുകൊണ്ട് ഹൃദയം ശുദ്ധമാകണം. അയൽക്കാരനെ സഹോദരനായി കാണണം. ഇപ്പോൾ മതത്തിൻ്റെ പേരിലുള്ള നിയമങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഒരുപാട് വിശദാംശങ്ങളുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കൽ ഇന്ന് വളരെ കൂടുതലാകുന്നില്ലേ എന്ന് സംശയം തോന്നും. ഫരിസേയ മനോഭാവമാണ് നമ്മളെ നയിക്കുന്നത്. പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ആചാരങ്ങളുടെ കാര്യത്തിൽ, അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെ നിഷ്ഠ കാണിക്കുകയും അതേസമയം ഹൃദയത്തിന് വെറുപ്പും വിദ്വേഷവും സ്പർദ്ധയും വെച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ അത് ദൈവത്തിൻ്റെ ബലിയാകും? എങ്ങനെയാണ് ദൈവത്തിനോട് പ്രാർത്ഥനയാകും? അപ്പോൾ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ശുദ്ധം ആകേണ്ടത്. പക്ഷേ ഹൃദയം ശുദ്ധമാകണം. ഹൃദയം ശുദ്ധമാകാൻ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ നന്മ നിറയണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം നോക്കുക. അനുഷ്ഠാന വിധികളും ആചാരങ്ങളും ഒക്കെ പിന്നീട് വരുന്നതാണ്. ഏറ്റവും പ്രധാനം സ്നേഹമാണ്. ഈ സ്നേഹത്തിന്, സാഹോദര്യത്തിന്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിന് വിഘാതമായ അനുഷ്ഠാനങ്ങളും അതിനുപേരുള്ള ആചാരങ്ങളും അതിനുപേരുള്ള തർക്കങ്ങളും ഒക്കെ ഈ ഫരിസേയരുടെ മനോഭാവത്തെ വീണ്ടും പുലർത്തുന്നതല്ലേ എന്ന് ചോദിക്കുക. അതുകൊണ്ട് വായിൽ നിന്ന് വരുന്നതാണ് പ്രധാനം, ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയം ശുദ്ധമാകണം. ഹൃദയശുദ്ധിയുള്ള ദൈവത്തെ കാണുമെന്നല്ലേ പറയുക. ഹൃദയം ശുദ്ധമാകണമെന്നുണ്ടെങ്കിൽ വെറുപ്പും വിദ്വേഷവും ഒഴിവാക്കണം. എല്ലാവരും ദൈവമക്കളാണ്. ആ സ്വാതന്ത്ര്യം ജീവിക്കാൻ ഹൃദയശുദ്ധമാകാണ്ട് ക്രോധം പ്രദാനം ചെയ്യട്ടെ. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും. നിൻ വഴിയേ നടക്ക